പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ആത്മനിർവൃതി എന്നാൽ അകം തേടുന്ന സന്തോഷമെന്നാണ്. മനുഷ്യ ജീവിതത്തിലെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ആത്മനിർവൃതി അഥവാ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ശാശ്വതമായ സംതൃപ്തിയും സന്തോഷവും. ബാഹ്യമായ സാഹചര്യങ്ങളിലോ നേട്ടങ്ങളിലോ അധിഷ്ഠിതമല്ലാത്ത സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ തിരിച്ചറിവിൽ നിന്ന് ഉണരുന്ന ഈ ആനന്ദാവസ്ഥ കേവലം ലൗകിക സുഖങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സമ്പത്ത്, അധികാരം, അംഗീകാരം തുടങ്ങിയവ നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ആത്മാവിൻ്റെ തലത്തിൽ കൈവരിക്കുന്ന പൂർണ്ണതയുടെ അവസ്ഥയാണിത്. ഒരാൾക്ക് തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകുമ്പോഴും ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സധൈര്യം മുന്നോട്ട് പോകുമ്പോഴുമാണ് ആത്മനിർവൃതിയുടെ ആദ്യ പടവുകൾ തുറക്കപ്പെടുന്നത്. നമ്മൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള സത്യസന്ധമായ ഉൾക്കാഴ്ച, സ്വന്തം കഴിവുകളോടുള്ള വിശ്വാസം, പരിമിതികളെ അംഗീകരിക്കുവാനുള്ള മനസ്സ് എന്നിവ ഈ അവസ്ഥയിലേക്ക് എത്താൻ അത്യാവശ്യമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ തൻ്റെ പാതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തി കൈവരുന്നത്. ആത്മനിർവൃതിയിലേക്കുള്ള വഴിയിൽ പ്രധാനമായും വേണ്ടത് ബോധപൂർവമായ ജീവിതശൈലിയാണ്. വർത്തമാനകാല ഗതിവിഗതികൾ യാഥാർത്ഥ്യബോധത്തോടെ ഉറപ്പിച്ചു നിർത്തുന്ന മനസ്സ് അനാവശ്യ ചിന്തകളെയും ആകുലതകളെയും അകറ്റി നിർത്താൻ സഹായിക്കുന്നു. കൂടാതെ ഫലത്തിൽ ശ്രദ്ധയൂന്നാതെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിസ്വാർത്ഥമായ പ്രവൃത്തികളും ഈ നിർവൃതിക്ക് കാരണമാകുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതോ തൻ്റെ ആന്തരിക മൂല്യങ്ങളുമായി യോജിക്കുന്നതോ ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. ലളിതമായ ജീവിതം നയിക്കുക, പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കുക, സ്നേഹവും ദയയും പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആത്മനിർവൃതിയുടെ അനുഭവം വർദ്ധിപ്പിക്കും. ഈ അവസ്ഥയിൽ വേദനകളെയും കഷ്ടപ്പാടുകളെയും വളർച്ചയുടെ ഭാഗമായി കാണാനും ജീവിതത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കുന്നു. ആത്മനിർവൃതി എന്നത് ഒരിടത്ത് ചെന്നെത്തുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബോധപൂർവമായ തീരുമാനങ്ങളിലൂടെ അകം നിറയ്ക്കുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒരാൾ തൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ കണ്ടെത്തി ജീവിതത്തിൽ പൂർണ്ണമായ സമാധാനവും സംതൃപ്തിയും നേടുന്നു. അതെ, താൽക്കാലിക സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് പകരം സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും ബോധപൂർവമായ ജീവിതശൈലിയിലൂടെ ആത്മനിർവൃതി കണ്ടെത്താൻ സാധിക്കും എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.